ഗുജറാത്ത് തീരത്തു നിന്നും പാക് ബോട്ട് പിടിച്ചെടുത്തു. ബോട്ടിലുണ്ടായിരുന്ന 9 പേരെയും കസ്റ്റഡിയിലെടുത്തതായാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ നൽകാൻ മനുശങ്കർ ചേരുകയാണ്. മനു, വീണ്ടും പാക് ബോട്ട് ഗുജറാത്ത് തീരത്തു നിന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ എന്തെങ്കിലും സ്ഥിരീകരണം സൈന്യത്തിന്റെ ഭാഗത്തുനിന്ന് തീരദേശ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ടോ? മറ്റു വിവരങ്ങൾ കൂടി. രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ ഒരു മുന്നറിയിപ്പ് തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നു. കറാച്ചിയിൽ നിന്ന് ഇന്ത്യൻ തീരം ലക്ഷ്യമിട്ട് ബോട്ടുകൾ എത്തുന്നു എന്നൊരു സൂചനകൾ ലഭിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിൽ തിരച്ചിൽ നടത്തിയ തീരസംരക്ഷണ സേനയുടെ ശ്രദ്ധയിലാണ് ഈ ബോട്ട് ശ്രദ്ധയിൽപ്പെട്ടത്. ഗുജറാത്തിലെ കച്ച് തീരത്താണ് ഈ ബോട്ട് കണ്ടെത്തിയത്. പാകിസ്ഥാനിൽ നിന്നുള്ള ബോട്ടാണെന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ 9 പേരാണ് ഉണ്ടായിരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ഈ 9 പേരെയും BSF കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു വരികയാണ്. ഇതിൽ ഈ 9 പേരും പാകിസ്ഥാൻ സ്വദേശികൾ എന്നാണ് നിലവിൽ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇവർ നേരത്തെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ബോട്ട് പിടിച്ചെടുത്തിരുന്നതാണ് മുംബൈ തീരത്ത് നിന്ന്. അന്ന് 9 മത്സ്യത്തൊഴിലാളികളെയാണ് പിടികൂടിയിരുന്നത്. ഈ 9 മത്സ്യത്തൊഴിലാളികളും പാകിസ്ഥാൻ സ്വദേശികളായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള 9 പേർ മത്സ്യത്തൊഴിലാളികൾ അല്ല എന്നാണ് ഇപ്പോൾ സൈന്യം നൽകുന്ന സ്ഥിരീകരണം. അതിനാൽ ഇവർ എന്തിന് ബോട്ടിൽ ഇവിടെ എത്തി എന്നൊരു സംശയമാണ് നിലനിൽക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇവരെ BSF കൈമാറി ചോദ്യം ചെയ്തു വരികയാണ്. നിലവിൽ നാവിക കമാൻഡോസ് ഈ സ്ഥലത്തൂടെ മറ്റു പെട്രോളിംഗ് മറ്റും നടത്തുന്നുണ്ടായിരുന്നു. ഈ പെട്രോളിംഗ് നടത്തുന്ന സമയത്ത് ആദ്യം ശ്രദ്ധയിൽപ്പെട്ട ഈ ബോട്ട് പിന്നീട് അപ്രത്യക്ഷമായിരുന്നു. ആ ബോട്ട് തന്നെയാണോ ഇപ്പോൾ കണ്ടെത്തിയത് എന്നൊരു സംശയവും നിലനിൽക്കുന്നുണ്ട്. തിരച്ചിൽ ഊർജിതമായി പുരോഗമിക്കുകയാണ്. ഇന്നലെ പഞ്ചാബിൽ രാവി നദിക്ക് സമീപത്ത് നിന്ന് ഒരു ഒഴിഞ്ഞ ബോട്ട് കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഈ ബോട്ട് കണ്ടെത്തിയ സ്ഥലത്തിന് തൊട്ട് സമീപത്താണ് സൈനിക കേന്ദ്രങ്ങളും മറ്റും സ്ഥിതി ചെയ്യുന്നത്. അതിനാൽ മറ്റൊരു ആക്രമണം ലക്ഷ്യമിട്ട് ഈ സംഘം എത്തിയതാണോ, ഈ ബോട്ടിൽ ഉണ്ടായിരുന്ന ഭീകരർ തന്നെ ആയിരുന്നു, അവർ എങ്ങോട്ട് പോയി എന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ ഇതുവരെ സൈന്യത്തിന് സാധിച്ചിരുന്നുമില്ല. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ മറ്റൊരു ബോട്ട് കൂടി ഗുജറാത്തിലെ കച്ച് തീരത്ത് നിന്ന് തന്നെ കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നത് 3 ബോട്ടുകൾ കറാച്ചിയിൽ നിന്ന് ഇന്ത്യൻ തീരം ലക്ഷ്യമിട്ട് ആക്രമണത്തിന് പദ്ധതിയിട്ട് ആയുധങ്ങളുമായി എത്തുന്നു എന്നതാണ്. എന്നാൽ ഈ ബോട്ടിൽ നിന്ന് ആയുധങ്ങളോ മറ്റു ശേഖരണങ്ങളോ ഒന്നും കണ്ടെത്താനായിട്ടില്ല എന്നത് നിലവിലെ ആശങ്ക കുറയ്ക്കുന്നുണ്ട്. എങ്കിലും പരിശോധന മറ്റും പുരോഗമിക്കുകയാണ്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെ രഹസ്യാന്വേഷണത്തിന്റെ മുന്നറിയിപ്പ് നിലനിൽക്കുന്നു. കഴിഞ്ഞ ദിവസം മറ്റൊരു ബോട്ട് കൂടി കണ്ടെത്തിയ ഒരു സാഹചര്യം. ഇത്തരത്തിൽ തീരപ്രദേശത്ത് അതീവ ജാഗ്രത നൽകേണ്ട ഒരു സാഹചര്യം തന്നെയല്ലേ നിലനിൽക്കുന്നത്? അതീവ ജാഗ്രതാ നിർദ്ദേശം 2 ദിവസം മുമ്പേ നൽകിയിരുന്നതാണ്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് നിലവിൽ സുരക്ഷ കർശനമാക്കുകയും മറ്റു പെട്രോളിംഗ് ഒക്കെ ഊർജിതമാക്കി നടത്തുകയും ചെയ്തത്. നാവികസേനയും അതോടൊപ്പം തീരസംരക്ഷണ സേനയും സംയുക്തമായാണ് തിരച്ചിൽ പുരോഗമിച്ചിരുന്നത്. നിലവിൽ നാവിക കമാൻഡോസും തിരച്ചിൽ നടത്തിയിരുന്നു. കൂടാതെ ഈ മുംബൈയും മറ്റു സുപ്രധാന നഗരങ്ങളിലെ പ്രധാന കേന്ദ്രങ്ങളിലും NST കമാൻഡോസിനടക്കം വിന്യസിക്കുകയും ചെയ്തിരുന്നു. ഇത്തരത്തിൽ അതീവ ജാഗ്രതയിലായിരുന്നു തീര പ്രദേശങ്ങളും ഉണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ 2 ദിവസത്തിനുള്ളിൽ വീണ്ടും രണ്ടാമതൊരു ബോട്ട് കൂടി സംശയാസ്പദമായി, അത് പാകിസ്ഥാൻ ബോട്ട് തന്നെ കണ്ടെത്തിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. 3 ബോട്ടുകൾ കറാച്ചിയിൽ നിന്ന് പുറപ്പെട്ടു എന്നാണ് രഹസ്യാന്വേഷണ വിഭാഗം മുന്നറിയിപ്പ് നൽകിയിരുന്നത്. ഇതിൽ ഒരു ബോട്ടിന് സാങ്കേതികമായി പ്രശ്നങ്ങൾ പറ്റി പിന്നീട് ഈ ബോട്ട് തിരികെ പോയി എന്നും രഹസ്യാന്വേഷണ വിഭാഗം തന്നെ വിവരം നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ രണ്ടാമത്തെ ബോട്ട് കൂടി കണ്ടെത്തിയിരിക്കുന്നത് എന്നാണ് ശ്രദ്ധേയം. ഇതിൽ ആശങ്ക നിലവിൽ കുറയ്ക്കുന്നൊരു കാര്യം, ഈ ബോട്ടിൽ നിന്ന് ആയുധങ്ങളും മറ്റും കണ്ടെത്തി എന്നൊരു റിപ്പോർട്ടുകൾ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നത് തന്നെയാണ്. എങ്കിലും പരിശോധനകളും മറ്റും പുരോഗമിക്കുകയാണ്. നിലവിൽ അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് മുംബൈ, പഞ്ചാബ്, ഗുജറാത്ത് തീരങ്ങളിലൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നത്. അഞ്ജു, ശരി, വ്യക്തമാണ്. ഗുജറാത്ത് തീരത്തു നിന്നും പാക് ബോട്ട് പിടിച്ചെടുത്തിരിക്കുകയാണ്. ബോട്ടിലുണ്ടായിരുന്ന 9 പേർ നിലവിൽ സേനയുടെ കസ്റ്റഡിയിലായിട്ടുമുണ്ട്. വിവരങ്ങളാണ് മനുശങ്കർ നൽകിയത്.